ആദ്യമേ നമ്മൾ ആപ്പ് എടുക്കുമ്പോൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം ഈ ഗോ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പം അപ്പോഴേ നമ്മൾ ഓൺലൈനിൽ പോകത്തുള്ളൂ. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട അതാണ്. ഓക്കെ, അപ്പം നമ്മൾ ഓൺലൈനായിട്ടുണ്ട്. ഇനി നമുക്കത് ഓഫ്ലൈനിൽ പോകണമെങ്കിൽ താഴോട്ട് ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ താഴോട്ട് ഗോ ഓഫ്ലൈൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ നമുക്ക് ഓഫ്ലൈൻ ആക്കാം. ഇനി വേറെ കുറച്ച് ഓപ്ഷനാണ്. ഈ ഒരു ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഏണിംഗ് ട്രെൻഡ് അറിയാം. കാരണം ഇപ്പോൾ അവിടെ ഓട്ടം ഉണ്ടെന്നുള്ളതിന് അർത്ഥമില്ല. കഴിഞ്ഞ ആഴ്ച ഇവിടെ ഓട്ടം ഉണ്ട്, അപ്പോൾ ഏകദേശം ഈ ആഴ്ച ഓട്ടം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് മാത്രമേ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. പിന്നെ ഉള്ളത് ഇവിടുത്തെ ഇതൊക്കെ അറിയാമല്ലോ, നമ്മളെ യൂബർ, ഇൻറ്റർസിറ്റി എല്ലാ ഏതൊക്കെ ഓപ്ഷൻ നമുക്കുണ്ട് എന്നുള്ള എനേബിൾ ആയിട്ടുണ്ടെന്നുള്ള ഒരു. പിന്നെ വരുന്ന ഇതാണ് നമ്മുടെ ഏണിങ്സ്. ഈ ആഴ്ചയിൽ എത്ര കോടി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇവിടെ അറിയാൻ കഴിയും കേട്ടോ. പിന്നെ ഇൻബോക്സ്, നമുക്കിവിടെയാണ് മെസ്സേജും കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ ഇത് മെനു, നമ്മുടെ ഡീറ്റെയിൽസ് അറിയാനാണ്. നമ്മുടെ വാലറ്റ്, അക്കൗണ്ട്, നമ്മുടെ റേറ്റിംഗ്. ഇതാണ് എൻ്റെ റേറ്റിംഗ്. അപ്പം ഇത്രയൊക്കെയാണ് തുടക്കം. ബാക്കി ഡീറ്റെയിൽ ഞാൻ പറഞ്ഞു. അപ്പം നമ്മളിന്ന് നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു ട്രിപ്പ് ആദ്യമായിട്ട് യൂബറിലേക്ക് വരുന്നവർക്ക് ഉപകാരപ്പെടാൻ വേണ്ടിയുള്ളൊരു വീഡിയോ ആണ്. ആദ്യത്തെ ഫസ്റ്റ് ഓർഡർ വരുന്നത് തൊട്ട് ആ ട്രിപ്പ് എടുത്ത് ആ കസ്റ്റമറെ കൊണ്ടാക്കുന്ന വരെയുള്ള പ്രോസസ്സാണ് കംപ്ലീറ്റ് ആയിട്ട് കാണിക്കുന്നത്. ട്രിപ്പ് അക്സെപ്റ്റ് ചെയ്യണം. അതിനുശേഷം കസ്റ്റമർ കയറും. അപ്പം അതിനകത്ത് 2-3 ഓപ്ഷൻ ഉണ്ട്. ഇപ്പം ഈ കസ്റ്റമർ നമുക്കിപ്പം അക്സെപ്റ്റ് ചെയ്ത് കസ്റ്റമർ വരണം. അപ്പം അതിൻ്റെ അകത്ത് ഈ കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്കിത് ഈ മാപ്പിൻ്റെ അകത്ത് നാവിഗേറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണിക്കുന്നത് കസ്റ്റമർ അടുത്തേക്ക് നമുക്ക് എത്താനുള്ള ലൊക്കേഷൻ. ഇപ്പം ഞാൻ സ്ഥലത്ത് തന്നെയാണ് കസ്റ്റമർ നമ്മളിപ്പോൾ കസ്റ്റമർ വേറെ എവിടെയെങ്കിലും ആണെങ്കിൽ ആ നാവിഗേറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ കസ്റ്റമർ അടുത്തേക്ക് ഇതിൻ്റെ അകത്ത് 2 ഓപ്ഷൻ ഉണ്ട്. ഇപ്പം അതിൻ്റെ അകത്ത് നിന്ന് നമുക്ക് മെസ്സേജ് അയക്കാനുള്ള ഓപ്ഷനും നമുക്ക് ആ കോളിൻ്റെ ബട്ടൺ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അവരെ വിളിക്കാൻ വേണ്ടിയുള്ള ഒരു ഓപ്ഷൻ. റൈറ്റ് സൈഡിൽ റൈറ്റ് സൈഡിൽ കാണുന്ന റൗണ്ടിൽ കാണുന്ന ഒരു മനുഷ്യൻ്റെ ഒരു എംബ്ലം കാണുന്നത് അവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ, അവരുടെ അക്കൗണ്ടിൻ്റെ റാങ്കിങ്ങും. നമുക്ക് കട്ട് ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും റീസൺ കൊണ്ട് ഇത് എടുക്കാൻ താല്പര്യമില്ലെങ്കിൽ അവർ പിന്നെ നമ്മൾ അടിച്ചു കൊടുക്കും. ഓക്കെ, ഇനി നാവിഗേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നേരെ അവർക്ക് പോകേണ്ട ലൊക്കേഷനിലേക്ക് ബാക്കി കുറച്ച് ഞാൻ സ്പീഡിൽ ഓടിച്ചിട്ട് കാണിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബോറടി. In 100 meters, make a U-turn. Make a U-turn. In 800 meters, keep left to stay on National Highway 544. ഞാൻ കഴിഞ്ഞ ദിവസം അവിടെ കൊണ്ടാക്കിയതാണ്. ശരി, നമ്മൾ സ്ഥലത്തെത്തി. ഓൺലൈൻ പേയ്മെൻ്റ് ആയതുകൊണ്ട് കംപ്ലീറ്റ് യൂബർ ഗോ എന്നുള്ള സംഭവം അടിച്ചാൽ മതി. ഇനി മറിച്ച് ക്യാഷാണ് നമ്മൾ മേടിക്കുന്നതെങ്കിൽ കളക്ട് എമൗണ്ട് എന്നും പറഞ്ഞൊരു ഓപ്ഷൻ വരും. അത് ഞാൻ വേറൊരു വീഡിയോയിൽ ഉള്ളത് കാണിച്ചു തരാം. വേറെ വീഡിയോ അല്ല, വേറൊരു ട്രിപ്പ് വരുമ്പോൾ, ക്യാഷ് ട്രിപ്പ് വരുമ്പോൾ ഞാനത് കാണിച്ചു തരാം. അപ്പോൾ അതിൻ്റെ അകത്ത് ക്യാഷ് കളക്റ്റഡ് എമൗണ്ട് എത്രയെന്ന് കാണിക്കും. ആ എമൗണ്ട് നമ്മൾ മേടിക്കുക. എന്നിട്ട് നമ്മുടെ
QR കോഡ്, നമ്മുടെ QR കോഡ്, അതിൻ്റെ ഓൺലൈനായിട്ടുള്ളൊരു QR കോഡ് കാണിക്കാനുള്ള ഓപ്ഷനുണ്ട്, നമുക്ക് ക്യാഷായിട്ട് കയ്യിൽ മേടിക്കാനുള്ളൊരു ഓപ്ഷനുണ്ട്. അതിൽ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാം. ഇപ്പോൾ സമയം 1 മണി 1000 രൂപയാണ്. ഈ കൊച്ചിൻ്റെ വീടിന് ഇതിന് മുന്നേ ഞാൻ ഈ കൊച്ചിൻ്റെ കൂടെ കൊണ്ടുപോയിട്ടുണ്ട്. അടിപൊളി ഒരു വില്ല, നല്ല രസമാണ്. വീഡിയോ എടുക്കാൻ പറ്റത്തില്ല, കാണിക്കണമെന്നുണ്ട്, പക്ഷേ സെക്യൂരിറ്റി എൻ്റെ പണിയാണ്. ഇപ്പോൾ ലാസ്റ്റ് നമുക്ക് പേയ്മെൻറ്റ് കളക്ട് ചെയ്യാൻ 2 ഓപ്ഷൻ ഉണ്ട്. ഒന്ന് ബൈ ഹാൻഡ് ക്യാഷ് നമുക്ക് മേടിക്കാം, നമ്മുടെ ക്യാഷായിട്ടും മേടിക്കാം, നമ്മുടെ ഗൂഗിൾ പേയിലേക്ക് നമുക്ക് മേടിക്കാം. രണ്ടാമത്തെ ഓപ്ഷൻ UPI QR കോഡ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിലൂടെ നമ്മൾ ഒരു ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ഒരു QR കോഡ് വരും. ആ QR കോഡ് വഴി അവർക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റും. ആ പേയ്മെൻറ്റ് പോകുന്നത് യൂബറിൻ്റെ അക്കൗണ്ടിലേക്കായിരിക്കും. ജസ്റ്റ് വെയിറ്റ്.